നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ജയലളിതയുടെ മരണം അതൊരു അസ്വാഭാവിക മരണമായിരുന്നു. അതിൽ BJP നേതാക്കൾ വളരെയധികം സംശയിക്കപ്പെടുന്ന പല സാഹചര്യങ്ങളുമുണ്ട്. കാരണം ജയലളിതയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും BJP നേതാക്കൾ എടുത്ത നിലപാടുകൾ വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ജയലളിത മോദി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത്, ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് വളരെ വ്യക്തിപരമായ ബന്ധം കാത്തു സൂക്ഷിച്ച വ്യക്തിയാണ്. എന്നാൽ നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചപ്പോഴോ അതിനുശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ AIADMK ഒരു രീതിയിലും പിന്തുണച്ചില്ല. 2014 37 സീറ്റുകൾ നേടിയ AIADMK DMKയെ ഒരു സീറ്റിൽ പോലും വിജയിക്കാൻ അനുവദിച്ചതുമില്ല. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ AIADMKക്ക് ഒരു സീറ്റ് പോലും ഇല്ല എന്നോർക്കണം. തമിഴ്നാട് മൊത്തം തൂത്തുവാരിയത് DMK നേതൃത്വത്തിലുള്ള സെക്കുലർ പ്രോഗ്രസീവ് അലയൻസ് ആണ്. സ്റ്റാലിൻ അജയനായി തുടരുന്നു. സ്റ്റാലിൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം വർഗീയതയ്ക്ക് യാതൊരു പ്രസക്തിയുമില്ല. വിജയുടെ തമിഴക വെട്ടിക്കഴകവും അദ്ദേഹത്തിൻ്റെ തട്ടുപൊളിപ്പൻ ഡയലോഗും ഒന്നും സിനിമയ്ക്കപ്പുറത്തേക്ക് ജനങ്ങളുടെ ഇടയിൽ ഓളമുണ്ടാക്കാൻ കഴിയില്ല. കാരണം അത്രയും വലിയ ദുരന്തം, കരൂറിലുണ്ടായ ദുരന്തത്തിലൂടെ ജനങ്ങൾ മനസ്സിലാക്കി. വിജയ് അവിടെ നിന്നുകൊണ്ട് കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നതിന് പകരം സ്ഥലം വിട്ടതുൾപ്പെടെ ഒളിച്ചോട്ടക്കാരനാണ്. പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി ഏതൊക്കെ പൊള്ളയായ വാഗ്ദാനം കൊടുത്താലും അത് ഒരു രീതിയിലും അംഗീകരിക്കരുത്, അത് വാങ്ങിക്കരുത് എന്ന തീരുമാനം തമിഴ് മക്കൾ പൊതുവിൽ എടുത്തതായാണ് കൃത്യമായും എക്സിറ്റ് റിപ്പോർട്ടുകൾ, അതായത് സർവേകൾ ക്വസ്റ്റ്യനെയേഴ്സായി കൊടുക്കുന്നതിൽ പറയപ്പെടുന്നത്. ഇപ്പോൾ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ചോദ്യം, ആരായിരിക്കും തമിഴ്നാടിനെ വീണ്ടും നയിക്കുക? സ്റ്റാലിൻ തന്നെ ആയിരിക്കുമോ? തമിഴ്നാട്ടിൽ ഇത്രയേറെ മികച്ച രീതിയിൽ ഗവർണറുമായും അതുപോലെ രാഷ്ട്രപതിയുമായും ഒക്കെ നിരന്തരം ഏറ്റുമുട്ടി സുപ്രീം കോടതിയിൽ നിന്നും അനുകൂലമായ വിധി വാങ്ങിച്ചെടുത്ത മറ്റൊരു മുഖ്യമന്ത്രി ആ ചരിത്രത്തിൽ ഉണ്ടോ എന്നുള്ളതാണ്. ജയലളിതയെ പോലെയല്ല സ്റ്റാലിൻ. സ്റ്റാലിൻ താരതമ്യേന വളരെ സൗമ്യനല്ലാത്ത ഒരു നേതാവായിരുന്നിട്ട് പോലും കഴിഞ്ഞ ഏതാനും കൊല്ലങ്ങളായി അദ്ദേഹം തമിഴ്നാട്ടിൽ ഉണ്ടാക്കിയ ഓളം ചെറുതല്ലാത്തതാണ്. മറ്റൊരു സംസ്ഥാനത്തും മുഖ്യമന്ത്രിമാർക്ക് അവകാശപ്പെടാൻ ഇല്ലാത്ത രീതിയിലുള്ള ഒരു പോസിറ്റീവ് ഓറ അത് സ്റ്റാലിൻ നേടിയെടുത്തു. ജനങ്ങളുടെ ഹൃദയത്തിൽ ഒരു വിശ്വാസ്യത നേടിയെടുത്തു. കേവല ഭൂരിപക്ഷം നൽകാൻ ആവശ്യമുള്ള സീറ്റുകൾ ഒറ്റയ്ക്ക് തന്നെ കൊയ്തെടുക്കാൻ കഴിയും എന്ന വിശ്വാസമുണ്ട്. എന്നാൽ കഴിഞ്ഞ തവണത്തെ പോലെ ആയിരിക്കില്ല. സഖ്യം വളരെ വിശാലമായിരിക്കും. മന്ത്രിസഭയിൽ കോൺഗ്രസ് അംഗങ്ങളും ഇടതുപക്ഷ അംഗങ്ങളും ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യം അത് വർഗീയതയെ അറ്റം വരെ ചെറുത്തു തോൽപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്. കഴിഞ്ഞ തവണ BJPക്ക് 4 സീറ്റ് കിട്ടിയത് ഇക്കുറി അക്കൗണ്ട് പൂട്ടിക്കുക എന്ന ലക്ഷ്യം കൂടി സ്റ്റാലിനുണ്ട്. അതുകൊണ്ടാണ് DMK കൂടുതൽ വിട്ടുവീഴ്ചകൾക്ക്, സഖ്യകക്ഷികൾക്ക് വേണ്ടി വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുന്നത്. നമുക്കറിയാം, ലോക്സഭയിൽ അന്നാമല മത്സരിച്ച കോയമ്പത്തൂരിൽ യഥാർത്ഥത്തിൽ സെക്കുലർ പ്രോഗ്രസീവ് അലയൻസ് സ്ഥാനാർത്ഥിയായി CPIMന്റെ നേതാവാണ് വരേണ്ടത്. പക്ഷേ CPIMൽ നിന്നും ആ സീറ്റ് DMK വാങ്ങിച്ചെടുത്തത് കൊണ്ടാണ് അന്നാമലയെ വളരെ ഈസിയായി തോൽപ്പിക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് DMK വളരെ വ്യക്തമായി കാര്യങ്ങൾ പഠിച്ച് അവഗ്രഹിച്ച് വിഷയങ്ങൾ മുന്നോട്ട് കൊണ്ടുവയ്ക്കുന്നത്. സഖ്യമായിരുന്നാലും അല്ലെങ്കിലും DMKയുടെ കരുത്ത് തമിഴ്നാട്ടിൽ തുടരുക തന്നെ ചെയ്യും.